അമേരിക്കൻ സൈന്യം വാഷിംഗ്ടൺ ഡിസിയിൽ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്. തലസ്ഥാന നഗരിയിൽ ട്രംപിന്റെ നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിത്. ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എങ്കിലും സൈനികരെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് 2 US ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ സൈനികർക്ക് പല ചുമതലകളും ഉണ്ടാകാം. ഫെഡറൽ ഏജന്റുമാരെ സംരക്ഷിക്കുക, പ്രാദേശിക നിയമപാലകരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കുക എന്നിവ ഇതിൽ ചിലതാണ്. ഡിസിയിൽ നിന്ന് എല്ലാ ഭവനരഹിതരെയും ഉടൻ നീക്കം ചെയ്യും. അവരെ തലസ്ഥാനത്ത് നിന്ന് ദൂരെ മാറ്റണം. കുറ്റവാളികളെ ജയിലിലടക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സൈന്യത്തെ വിന്യസിക്കുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. കാലിഫോർണിയയിൽ 4000 നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിച്ചതിനെ ഗവർണർ ഗാവിൻ ന്യൂസം നേരത്തെ എതിർത്തിരുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. വാഷിംഗ്ടൺ ഡിസിയിൽ ഇതിനോടകം 450 ഫെഡറൽ നിയമപാലകരെ വിന്യസിച്ചിട്ടുണ്ട്. FBI-യിലെ 120 ഉദ്യോഗസ്ഥരെ രാത്രികാല പെട്രോളിംഗിനായി നിയോഗിച്ചിട്ടുമുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, US മാർഷൽസ് സർവീസസ്, ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ 11 ഫെഡറൽ ഏജൻസികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഒരുമിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. ട്രംപിന്റെ ഒരു സ്റ്റാഫിന് കാർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രസിഡന്റ് ട്രംപിന് ദേഷ്യമുണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ 2025 വാഷിംഗ്ടണിൽ ആക്രമണങ്ങൾ 26% കുറഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യൻ അമേരിക്കക്കാരെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. വാഷിംഗ്ടൺ ഡിസിയിലെ സൈനിക വിന്യാസം ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമാണ്. ഇത് അമേരിക്കയിലെ ഇന്ത്യക്കാരെ സാരമായി ബാധിക്കും. H-1B വിസകളിൽ ഏകദേശം 70% ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ അവരാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ജോലി നഷ്ടപ്പെട്ട് 60 ദിവസത്തിനുള്ളിൽ H-1B വിസ ഉടമകൾക്ക് നാടുകടത്തൽ നോട്ടീസ് ഓൾറെഡി നൽകുന്നുണ്ട്. സാധാരണയായി ഈ സമയം പുതിയ ജോലി കണ്ടെത്താനുള്ള സമയമാണ്. ഈ രീതി മുൻപ് ഉണ്ടായിരുന്നില്ലെന്ന് കുടിയേറ്റ നിയമജ്ഞർ പറയുന്നു. അതായത് ജോലി നഷ്ടപ്പെട്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവരെ ഡിപ്പോർട്ടേഷൻ ചെയ്യുന്ന രീതി ശരിയല്ല. ഇന്ത്യക്കാരായ H-1B വിസ ഉടമകളുടെ 1 ലക്ഷത്തിലധികം കുട്ടികൾക്ക് നാടുകടത്തൽ ഭീഷണിയുമുണ്ട്. 21 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഡിപെൻഡന്റ് വിസ സ്റ്റാറ്റസ് നഷ്ടമാകും. ഏകദേശം 1.34 ലക്ഷം ഇന്ത്യൻ കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ 21 വയസ്സ് പൂർത്തിയാകും. ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ വേർപിരിക്കുന്നതിന് കാരണമാകും. ട്രംപ് ഇതിനോടകം 104 ഇന്ത്യൻ പൗരന്മാരെ സൈനിക വിമാനത്തിൽ നാടുകടത്തിയിരുന്നു. 40 മണിക്കൂർ യാത്രയിൽ കൈകളും കാലുകളും ബന്ധിച്ച് കൊണ്ടുപോയെന്നും ഇത് ടോർച്ചർ പോലെയായിരുന്നു എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടവർ നേരത്തെ പറഞ്ഞിരുന്നു. ഏകദേശം 18,000 രേഖകളില്ലാത്ത ഇന്ത്യക്കാരെ ഡിപ്പോർട്ടേഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നുമുണ്ട്. പുതിയ വിദ്യാർത്ഥികളുടെ എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പ്രശ്നമാണെന്ന് കണ്ടാൽ വിസ നിഷേധിക്കാനും സാധ്യതയുണ്ട്. വാഷിംഗ്ടൺ ഡിസിയെ ഫെഡറൽ സർക്കാർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇതിനായി 1973 ഹോം റൂൾ ആക്ട് കോൺഗ്രസ് റദ്ദാക്കണം. ഇങ്ങനെ സംഭവിച്ചാൽ തലസ്ഥാന നഗരിയുടെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റ് ഹൗസിന്റെ കീഴിലാകും. ചില ഇന്ത്യൻ അമേരിക്കക്കാർ ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ആശങ്കയിലാണ്. ട്രംപിന്റെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഓർഡർ കോടതി തടഞ്ഞത് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. H-1B വിസ ഉടമകൾ അവരുടെ ലീഗൽ സ്റ്റാറ്റസ് രേഖകൾ എപ്പോഴും കയ്യിൽ കരുതുക. സ്ഥിരമായി തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ വെക്കുക. IC ഉദ്യോഗസ്ഥർ എവിടെയും പരിശോധന നടത്താൻ സാധ്യതയുണ്ട്. ഫെഡറൽ ഏജന്റുമാരുമായുള്ള സംഭാഷണങ്ങളിൽ നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ജോലി നഷ്ടപ്പെടുകയോ സ്റ്റാറ്റസിൽ മാറ്റം വരുത്തുകയോ ചെയ്താൽ ഇമിഗ്രേഷൻ അറ്റോർണിയുമായി ബന്ധപ്പെടുക. വാഷിംഗ്ടൺ ഡിസിയിലെ സൈനിക വിന്യാസം ഫെഡറൽ എൻഫോഴ്സ്മെന്റിന്റെ തുടക്കമാണ്. നിയമപരമായ കുടിയേറ്റത്തിനുള്ള വഴികൾ കൂടുതൽ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. നാടുകടത്തൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഭയം പലർക്കുമുണ്ട്. അതിനായുള്ള തയ്യാറെടുപ്പുകൾ പലരും തുടങ്ങിക്കഴിഞ്ഞു. വാഷിംഗ്ടൺ ഡിസിയിലെ നാഷണൽ ഗാർഡ് സൈനികരുടെ വിന്യാസം ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമാണ്. ഇത് എല്ലാ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റീസിനെയും ബാധിക്കും. H-1B വിസയിൽ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും.